നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിരവധിയായിട്ടുള്ള അതിപ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് നമ്മളുടെ നാട്ടിൽ. ഭാരതത്തിൽ വിശേഷമായിട്ടുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഏതാനും അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെയാണ് പരിചയപ്പെടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് കടബാധ്യതകൾ അകറ്റുന്ന ചെന്നൈറിയപ്പൻ ക്ഷേത്രത്തെ കുറിച്ച് പരിചയപ്പെടാം. തീരാത്ത കടബാധ്യതകളാൽ ദുഃഖിക്കുന്നവർ ചെന്നൈറിയപ്പൻ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ശിവനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ആശ്വാസം കിട്ടുമെന്ന് തേവാരപ്പാട്ടിൽ പറയുന്നുണ്ട്. കുംഭകോണത്തിനടുത്ത് തിരുച്ചിറൈ എന്ന സ്ഥലത്താണ് ശ്രീ ചെന്നൈറിയപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിങ്കളാഴ്ച ദിവസം വ്രതമനുഷ്ഠിച്ച് ഇവിടുത്തെ ബിന്ദു സുധ തീർത്ഥ കുളത്തിൽ നീരാടിയിട്ട് ശിവഭഗവാന് വില്ലുമാല അണിയിച്ച് നെയ്ദീപം കത്തിച്ചു വെച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ കടബാധ്യതകളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നാണ് ഐതിഹ്യം. കുംഭകോണത്ത് നിന്ന് നാച്ചിയാർ കോവിൽ വഴി 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുച്ചേറിയൽ ക്ഷേത്രത്തിലെത്താം. ഇനി നമുക്ക് അനുവാവി ഹനുമാൻ എന്ന അതിപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തെ പരിചയപ്പെടാം. കോയമ്പത്തൂരിനടുത്ത് പെരിയ തടാകം എന്ന സ്ഥലത്ത് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അനുവാവി സുബ്രഹ്മണ്യ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. ഇവിടെ വള്ളി ദേവയാനിക്കൊപ്പമാണ് സുബ്രഹ്മണ്യൻ ദർശനമരുളുന്നത്. ഇവിടെ സുബ്രഹ്മണ്യനെ കൂടാതെ ആഞ്ജനേയൻ, കന്നിമൂല ഗണപതി, നവഗ്രഹങ്ങൾ, ഹിഡുംബൻ, പാദവിനായകൻ എന്നീ ദേവതകൾക്കും സന്നിധികളുണ്ട്. ഹനുമെന്നാൽ ആഞ്ജനേയൻ എന്നാണ് അർത്ഥം. വാവി എന്നാൽ ഊറ്റ് അഥവാ ഉറവ എന്നാണ് അർത്ഥം. ഹനുമാന് വേണ്ടി ഉണ്ടാക്കിയ നീരുറവ എന്നതിനാൽ ഇവിടെ ഹനുവാവി എന്ന് പറയപ്പെടുന്നു. ഹനുവാവി പിന്നീട് അനുവാവി എന്ന് പേര് മാറിപ്പോയതാണ്. ഹനുമാൻ സഞ്ജീവനി മല പിഴുതെടുത്ത് കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിന് ദാഹം അനുഭവപ്പെട്ടുവെന്നും ഈ സ്ഥലത്ത് ഇവിടുത്തെ മുരുകനോട് പ്രാർത്ഥിക്കവേ മുരുകൻ തന്നെ ഒരു നീരുറവ സൃഷ്ടിച്ച് ഹനുമാന്റെ ദാഹം തീർത്തു എന്നുമാണ് ഐതിഹ്യം. അനുവാവിമല മുരുകക്ഷേത്രത്തിൽ 45 അടി ഉയരമുള്ള ഹനുമാന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ശില സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഹനുമാൻ തന്റെ 2 കൈകൂപ്പി നിന്നുകൊണ്ടാണ് അനുഗ്രഹം ചൊരിയുന്നത്. കാര്യസിദ്ധിയേകുന്ന ദേവി വടുടയാൾ എന്ന ക്ഷേത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മനുഷ്യരുടെ ദുഃഖങ്ങൾ അകറ്റി അവർക്ക് ദേവി പരാശക്തിയുടെ പരിപൂർണ അനുഗ്രഹം നൽകുവാനുള്ള ശക്തി ശ്രീചക്രത്തിനുണ്ട് എന്നാണ് ശാക്തേയ ശാസ്ത്രം പറയുന്നത്. മഹാമേരുവിന്റെ രൂപത്തിലുള്ള ശ്രീചക്രം സ്ഥാപിച്ചിട്ടുള്ള ചെന്നൈയിലെ വടിവുടയമ്മൻ കോവിലിൽ പൗർണമി ദിവസം വ്രതമനുഷ്ഠിച്ച് ദേവിക്ക് കുങ്കുമം ചാർത്തിച്ച് നെയ്ദീപം കത്തിച്ചു വെച്ച് നവവാരണ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ മംഗളകരമായി നിറവേറും എന്നാണ് ഐതിഹ്യം. ചെന്നൈയിൽ തിരുവൊട്ടിയൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭോഗ നരസിംഹമൂർത്തിയും യോഗ നരസിംഹമൂർത്തിയും ഒരേപോലെ വാഴുന്ന ഒരു ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം. കർണാടകയിലെ തുംകൂറിനടുത്തുള്ള ദേവരായന ദുർഗയിൽ 4000-ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയിൽ കുടികൊണ്ട് അനുഗ്രഹ വർഷം ചൊരിയുന്ന ആപൽ ബാന്ധവനായിട്ടുള്ള മൂർത്തിയാണ് ശ്രീ യോഗ നരസിംഹം. ഏറെ ഐതിഹ്യ പെരുമയാർന്ന ഒരു നരസിംഹ ക്ഷേത്രമാണ് ഇത്. സത്യയുഗത്തിൽ 1000 വർഷക്കാലം ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചു എന്നാണ്. ഈ സമയത്ത് ഭഗവാൻ അവിടെ യോഗ നരസിംഹമൂർത്തിയായി ബ്രഹ്മാവിന് ദർശനമരുളി എന്നാണ്. അക്കാലത്ത് ഈ മലയുടെ പേര് ഉത്കില പർവ്വതം എന്നായിരുന്നു. ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ, സീത എന്നിവർക്കൊപ്പം ശ്രീരാമൻ ഈ നരസിംഹമൂർത്തിയെ ദർശിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ശ്രീരാമൻ സൃഷ്ടിച്ചതായി കരുതപ്പെടുന്ന ഒരു നീരുറവ ഇവിടെ ഇന്നും കാണാം. അതിനടുത്ത് ശ്രീരാമപാദവും ഇപ്പോഴും കാണാം. അന്ന് ഈ മലയുടെ പേര് സിംഹാദ്രി പർവ്വതം എന്നായിരുന്നു. ദ്വാപരയുഗത്തിൽ മഹർഷിവര്യന്മാർ പലരും ഇവിടെ വന്ന് യോഗ നരസിംഹമൂർത്തിയെ തൊഴുതു പൂജിച്ചിട്ടുണ്ട്. അന്ന് ഈ മലയുടെ പേര് ചിത്തഗിരി എന്നായിരുന്നു. ഇങ്ങനെ 3 യുഗം കണ്ട മൂർത്തിയാണ് ഈ യോഗ നരസിംഹം. യുദ്ധം ചെയ്ത് ഈ പ്രദേശം കീഴടക്കിയ മൈസൂർ ചക്രവർത്തി കൃഷ്ണരാജ ഉടയാർ മൂന്നാമനാണ് ഇതിന്റെ പേര് ദേവരായന ദുർഗ എന്ന് മാറ്റിയത്. ഹരിതഭംഗിയാർന്ന ഈ കുന്നിന്റെ മുകളിലും താഴെയും നരസിംഹമൂർത്തിയുണ്ട്. താഴെയുള്ള നരസിംഹമൂർത്തി മഹാലക്ഷ്മിയെ മടിയിലിരുത്തി ഗാംഭീര്യതയോടെ ദർശനമരുളുന്നു. ഈ നരസിംഹമൂർത്തിയെ ഭോഗ നരസിംഹം എന്നാണ് പറയുന്നത്. മലയുടെ മുകളിൽ കുടികൊള്ളുന്നതാണ് യോഗ നരസിംഹം. ചോതി നക്ഷത്ര ദിവസം ഈ ഭഗവാന് തിരുമഞ്ജനം നടത്തി വസ്ത്രമണിയിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുഭയം അകലുമെന്നും ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ യോഗ നരസിംഹമൂർത്തിയെ തൊഴുത് വീണ്ടും മല കയറിയാൽ കുംഭ നരസിംഹമൂർത്തിയെ ദർശിക്കാം. അതിനടുത്തായി ഹനുമാൻ, ഗരുഡൻ എന്നിവരെയും കാണാം. കുന്നിന്റെ അടുത്ത് മഹാലക്ഷ്മിക്കും പ്രത്യേക ക്ഷേത്രമുണ്ട്. ബാംഗ്ലൂർ തുംകൂർ റോഡിൽ ബാംഗ്ലൂരിൽ നിന്നും 65 കിലോമീറ്റർ സഞ്ചരിച്ചാൽ
ദേവരായന ദുർഗ ശ്രീ യോഗ നരസിംഹ ക്ഷേത്രത്തിലെത്താം. ഇനി നമുക്ക് ധർമ്മദേവതയായിട്ടുള്ള ജ്വാലാമുഖിയുടെ അതിപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തെ പരിചയപ്പെടാം. മൈസൂരിലെ ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം വിശ്വപ്രസിദ്ധമാണ്. ദേവിയുടെ ശക്തിയും ഭക്തർക്ക് അനുഭവമാണ്. ഈ ചാമുണ്ടേശ്വരിക്ക് ഒരു അനുജത്തി ഉണ്ട് എന്നാണ് പേര്, ജ്വാലാമുഖി എന്നാണ്. മൈസൂരിനടുത്തുള്ള ഉത്തനഹള്ളിയിലാണ് ജ്വാലാമുഖി എഴുന്നള്ളി ഭക്തരിൽ അനുഗ്രഹ വർഷം ചൊരിയുന്നത്. മൈസൂരിൽ നിന്നും 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശക്തി സ്വരൂപിണിയായ ജ്വാലാമുഖി കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെത്താം. രക്തബീജാസുരൻ എന്ന അസുരന്റെ ശരീരത്തിൽ നിന്നും വരുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അസുരന്മാർ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഈ അസുരന്മാരുടെ വരവ് തുടങ്ങിയതോടെ രക്തബീജാസുരന്റെ ബലം ഇരട്ടിയായി. അവൻ തന്റെ അസുര ബലം കൊണ്ട് ദേവന്മാരെ ഒന്നടങ്കം പീഡിപ്പിക്കാൻ തുടങ്ങി. മാത്രമല്ല മഹർഷിമാരെയും അവനും സംഘവും വെറുതെ വിട്ടില്ല. മഹർഷിമാരുടെ യാഗങ്ങളെല്ലാം അവൻ തടഞ്ഞു. സഹികെട്ട ദേവന്മാരും മഹർഷിമാരും ലോകരക്ഷകയായ ജഗദംബിക പാർവതിയെ ശരണാഗതി പ്രാപിച്ചു. കരുണാംബികയായിട്ടുള്ള പാർവതി ദേവി ഉഗ്രരൂപിണിയായി നാക്ക് പുറത്തേക്ക് നീട്ടി കൂർത്ത പല്ലുകളും കനൽ പാറുന്ന കണ്ണുകളുമായി ജ്വാലാമുഖി എന്ന നാമധാരിയായി രക്തബീജാസുര നിഗ്രഹത്തിനായി പുറപ്പെട്ടു. അവൾ അസുരന്മാരുമായി യുദ്ധം ചെയ്ത് അവരെ നിഗ്രഹിച്ച് അവരുടെ രക്തം ഒരു തുള്ളി പോലും നിലത്തു വീഴാതെ കുടിച്ചു. അതുകൊണ്ട് അനീതിയെ നിഗ്രഹിച്ച് ധർമ്മം കാക്കുന്ന ദേവതയായി ജ്വാലാമുഖി ഇവിടെ കുടികൊള്ളുന്നു. ഇവിടുത്തെ ദേവി ഭക്തരിൽ ഇപ്രകാരം അനീതിക്കെതിരെ അനുഗ്രഹ വർഷം ചൊരിയുന്നു. ചാമുണ്ടിമലയ്ക്ക് അടുത്തുള്ള കുന്നിൽ സ്വയംഭൂവായി പുറ്റിൽ നിന്നും അവതരിച്ച രൂപത്തിലാണ് ഇവിടെ ദേവി ജ്വാലാമുഖി ദർശനം നൽകുന്നത്. വളരെ ചെറിയ വാതിലോടുകൂടി ഗുഹ പോലെയുള്ളതാണ് ഇവിടുത്തെ ദേവി സന്നിധി. നാക്ക് പുറത്തേക്ക് നീട്ടി ഉഗ്രരൂപത്തോടെ ദേവിയുടെ കയ്യിൽ ത്രിശൂലം, ഉടുക്ക്, വാൾ, ബാണം തുടങ്ങി രക്തം കുടിക്കാനുള്ള പാത്രവും നമുക്ക് കാണാം. അനുജത്തി ജ്വാലാമുഖിയെ ദർശിച്ചു വേണം ചാമുണ്ടേശ്വരിയെ ദർശിക്കുവാൻ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരം. വെള്ളിയാഴ്ച രാഹുകാലത്ത് ദേവിക്ക് ദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നാഗദോഷം അകലുമെന്നാണ് വിശ്വാസം. പൗർണമി നാളിൽ വെല്ലം അഥവാ ശർക്കര, നാളികേരം, പഴം എന്നിവ കുഴച്ച് നേദിച്ച് ദേവിക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സം അകലുമെന്നും വിശ്വാസമുണ്ട്. ജ്വാലാമുഖിയുടെ സന്നിധിയോട് ചേർന്ന് തന്നെ ശിവന്റെ സന്നിധിയുമുണ്ട്. അസുരവധം ചെയ്ത് പാപമകലുവാനായി ദേവി ഇവിടെ ശിവപൂജ ചെയ്ത് പാപമുക്തി നേടി എന്നാണ് ഐതിഹ്യം. ചിത്തബുദ്ധിയെ തെളിയിക്കുവാൻ എന്നതിനാൽ ഈ ശിവനെ ചിത്തേശ്വരൻ എന്നും വിളിക്കുന്നുണ്ട്. ശ്രീരാമൻ പൂജിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വാസം. ഗണപതി, സുബ്രഹ്മണ്യൻ, ഭൈരവൻ, നാഗഭൈരവൻ എന്നിവർ ഉപദേവതകളാണ്. കർക്കിടകത്തിലെ വെളുത്തവാവ്, നവരാത്രി, മഹാശിവരാത്രി, ശനിപ്രദോഷം എന്നീ ദിവസങ്ങളിൽ വിശേഷ പൂജകളും ആഘോഷങ്ങളും ഇവിടെ നടത്തപ്പെടുന്നു. ഇനി നമുക്ക് അഷ്ടലിംഗ ആരാധനയുള്ള തിരുവണ്ണാമല ക്ഷേത്രത്തെ പരിചയപ്പെടാം. തിരുവണ്ണാമല ഗിരിവല പാതയിലുള്ള അഷ്ടലിംഗങ്ങളെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ഓരോന്നും ഓരോ സത്ഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. അഗ്നിലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ ശത്രുനാശവും, യമലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ മരണഭയവും അകലുമെന്നാണ്. ഇന്ദ്രലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ സ്ഥാനക്കയറ്റമുണ്ടാകും. നിര്യതിലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ പുത്രഭാഗ്യമുണ്ടാകും. വരുണലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ കഠിന രോഗങ്ങളും മാറും. വായുലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ കണ്ണേറ് ദോഷങ്ങൾ മാറും. കുബേരലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും. ഈശാനലിംഗം തൊഴുതു പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധി ഉണ്ടാകും. ഇത്തരത്തിൽ തിരുവണ്ണാമലയിലെ അഷ്ടലിംഗങ്ങൾ പ്രസിദ്ധമാണ്. ഗിരിവല പാതയിലാണ് ഈ അഷ്ടലിംഗങ്ങൾ ഉള്ളത്. ഈ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഇനി അഷ്ടലിംഗ ദർശനം നടത്തുന്നവർ പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. അതിപ്രധാനപ്പെട്ട ഏതാനും ക്ഷേത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.